ഡോക്ടർ മുരളീധരൻ സാറിൻ്റെ നമ്മളുടെ റംബൂട്ടാൻ്റെ തോട്ടത്തിലേക്ക് എത്തി. റംബൂട്ടാൻ ഏതാ വെറൈറ്റി? N80 ആണ് വെറൈറ്റി വന്നത്. ഇപ്പോൾ വെച്ചിട്ട് 2.5 കൊല്ലായി. 2.5 കൊല്ലായി. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് കായൊക്കെ? കഴിഞ്ഞ പ്രാവശ്യമില്ല, കുറിയത്തെ നടാത്ത കായാണ്. അപ്പോൾ നമ്മളുടെ കായയുടെ പിടുത്തത്തിനെ പറ്റിയും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സാറേ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇതിനും മറ്റേ ഞാൻ IPLൻ്റെ ഈ മെയ് മാസത്തിൽ ഞാൻ ഉപയോഗിച്ചിരുന്നു. ഫോസ്ഫേഷി, നൈട്രേഷി, സിങ്കേഷി, ഫോസ്ഫേഷി, പിന്നെ അതിൻ്റെ ഒപ്പം വാമച്ചരിയും കൂടി ചേർത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്ന ജൈവവളം രാസവളമൊക്കെ സാധാരണ ചെയ്യുന്നതൊക്കെ ചെയ്തു. പിന്നെ ഈ ഫോസ്ഫേഷ്യ, സിങ്കേഷ്യ, പൊട്ടാഷ്യം ഒക്കെ ചെയ്തില്ല, ആ സമയത്ത് ഗ്രോത്തിന്റെ അകത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? ഗ്രോത്ത് ഭയങ്കര വ്യത്യാസമായിരുന്നു. കാരണം ചെടിയുടെ രൂപം അന്യമായിരുന്നു. മറ്റൊരു ഞാനിതിൻ്റെ ഇടയിൽ ഇടവേളയായിട്ട് വാഴ വെച്ചിട്ട് ഇത് പറ്റേ ശുഷ്കിച്ച് കയറി. പക്ഷേ ഇതാണ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഇതൊക്കെ മാറ്റങ്ങൾ വന്ന് നല്ല ഈ ഇടക്കൊമ്പുകളൊക്കെ അതിന് ശേഷമാണോ? ഇത് കംപ്ലീറ്റ് പിന്നത്തെ ഒരു ഇതാണ്. അതായത് നമുക്ക് എത്ര മാസത്തെ വ്യത്യാസം വെച്ചാൽ ഒരു ഇരുന്ന് പോയ ചെടീനെ എത്ര മാസം കൊണ്ട് നമുക്ക്? ഒരു 4 മാസം ഇതിൻ്റെ ഉള്ളിൽ അതിന് മാറ്റം. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജാതിയിലും ഇതിലൊക്കെ ശരിക്കും മാറ്റം കണ്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞ് ശരിക്കും ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ശരിക്കുള്ള ഗ്രോത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതും പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ IPLൻ്റെ HD സെറ്റാണ്. നൈട്രേഷ്യ, ഫോസ്ഫേഷ്യ, സിങ്കേഷ്യ, പൊട്ടാഷ്യ, അതേപോലെ തന്നെ വാമച്ചടി, ഇതെല്ലാം നമ്മളുടെ HD സെറ്റാണ്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന തീർച്ചയായിട്ടും ന്യൂട്രിയൻസ് വേണം. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ച സമയത്ത് ചെടികളുടെ ഇരുന്ന് പോയ ചെടികൾ, അതായത് നമ്മുടെ വാഴയുടെ ഇടയിലൊക്കെ ഇരുന്ന് പോയ ചെടികൾ നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു 4 മാസം 5 മാസം കൊണ്ട് പുനരുജ്ജീവിച്ചിട്ട് ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റി. ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ഇത് കാഴ്ച കിടക്കുകയാണ്. 2.5 കൊല്ലമായിട്ടുള്ള ചെടിയാണ്. ആ ചെടീൻ്റെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. പെട്ടെന്ന് നമുക്ക് ചെടിയുടെ ഏജിനനുസരിച്ച് നമുക്ക് വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. അത് ബയോളജിക്കലായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് സാറിന്റെ സാക്ഷ്യത്തിന്റെ അത് സാറ് പറയുന്നത്. അനുഭവമാണല്ലേ പറയുന്നത്, നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അതിനുശേഷം നമ്മൾ എന്തെന്ന് വെച്ചാൽ പൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിയത്. അതെപ്പോഴാണ് സാറേ നമ്മൾ ചെയ്തത്? അത് ഒരു മാസം മുന്നേ ഇതിൻ്റെ പൂവിൻ്റെ ഒരു കരിച്ചിൽ കണ്ടു. അപ്പോൾ ഞാൻ ഇവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് 3 മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു. അഭിജിത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കക്ഷി പാർസൽ എത്തിച്ചു തന്നു. അതിനകത്ത് കിട്ടിയ ഒന്ന് ബിവേറിയ ആയിരിക്കും. ബിവേറിയ എന്ന് പറയുന്നത് ദമനാണ്. അത് നമുക്ക് നീരൂറ്റി കുടിക്കുന്ന ജീവി, നീരൂറ്റി കുടിക്കുന്നത്. കാരണം ഇതിൽ ചെറിയൊരു നെറ്റ് മോഡൽ കണ്ടിരുന്നു. അതായത് ഒരു ചെലന്തി വല കെട്ടുന്ന മാതിരി കണ്ടു. അത് കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന്. അപ്പൊ അതിന് അഭിജിത്ത് പറഞ്ഞ 3 മെഡിസിൻസ് ആണ് അടിക്കാൻ പറ്റുന്നത്. അതിലെന്തോ ഒന്ന് 5G ആണ്, ഒന്ന് ഒരു ഫംഗിസൈഡും, ഒന്ന് പിന്നെ ഒന്ന് ഈ നീരൂറ്റി കുടിക്കുന്ന. ഇതിന് 3 എണ്ണം കൂട്ടിയിട്ടാണ് ഞാൻ ഒരു സ്പ്രേ കൊടുത്തോടുകൂടി തന്നെ ബാക്കിയുള്ളതൊക്കെ കൺട്രോളായി കിട്ടി. ഇപ്പോഴത്തെ ഈ കണ്ടീഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് 5G ആണ്. പിന്നെ ഒന്ന് പറയുന്നത് ഈ 5G എന്ന് പറയുന്നത് ഫൽവിക് അമീനോ, അതേപോലെ തന്നെ പിന്നെ ഓക്സാലിക് ആസിഡ്, പിന്നെ അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ വിറ്റമിൻസ് വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്, പിന്നെ വരുന്നതാണ് NPK, മൈക്രോ ന്യൂട്രിയൻസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഹ്യൂമിക്കും കൂടി ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്കുള്ള ചെടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൂടിൻ്റെ അകത്ത് നോക്കിയുള്ള ഈ കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് നിർത്താൻ പറ്റി. ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ നമ്മളുടെ സ്യൂഡോമോണസ് 5% ഉള്ളത് നമ്മൾ സ്പ്രേ ചെയ്യാനും കൂടി കൊടുത്ത സമയത്ത് നമുക്ക് ഫംഗസിൻ്റെ ഇൻഫെക്ഷൻസ് ആയിട്ട് നമുക്ക് കൊഴിയുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. കൂടെ നമ്മളെന്ത് ചെയ്തു, നമ്മളെന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് നീരൂറ്റി കുടിക്കുന്ന ജീവികളെയൊക്കെ നമുക്ക് പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ദമൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ എന്താ പറയുക IPLൻ്റെ നീരൂറ്റി കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു ഫംഗസ് ചേർന്നിട്ടുള്ള അതിനെയും കൂടി നമ്മൾ കൊടുത്തോടുകൂടി എന്താ വെച്ചാൽ നമ്മുടെ മീലിമൂട്ട, അതേപോലെ തന്നെ നമ്മുടെ റെഡ് സ്പൈഡർ മൈറ്റ്, പിന്നെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ പുഴുക്കൾ, അങ്ങനെയുള്ള എല്ലാ കീടങ്ങളെയും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു പാക്കേജ് ആയിട്ടാണ് കൊടുത്തത്. ഇതിലിപ്പോൾ ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഈ പൂവിങ്ങനെ കരിയണതും ഈ നെറ്റ് കെട്ടണം കണ്ടപ്പോഴാണ് ഞാൻ അഭിജിത്തിനെ വിളിച്ചിട്ട് 2ാമത്തെ ദിവസം എനിക്കത് പാർസൽ അയച്ചു തന്നു. അത് ഞാൻ അടിച്ചു. പക്ഷേ ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിലത്തെ തേനീച്ച വരില്ല എന്നുള്ളൊരു കാരണം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു കർഷകൻ കെമിക്കൽ ഇതേമാതിരി അടിച്ചിട്ട് തേനീച്ച വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റേത് രാവിലെ അടിച്ചു, അതിൻ്റെ ഒപ്പം തന്നെ
തേനീച്ച എവിടേക്കും പോയില്ല, തേനീച്ച സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റിക്ക് തോന്നിയത്. കാരണം ഞാൻ ആ കർഷകയിൽ ചെന്ന് നോക്കുമ്പോൾ അതിൽ തേനീച്ച തീരെ ഉണ്ടായില്ല, പരാഗണം നടന്നിരുന്നില്ല. അതിൻ്റെ ഒരു അപാകത തോട്ടത്തിൽ കാണുന്നുണ്ട്. ശരിക്കും എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കർഷകരുടെ ഇടയിലൊക്കെ ഒരു മിത്ത് ഉണ്ട്. അതായത് നമ്മളുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് നമ്മൾ അടിക്കുന്ന സമയത്ത് എന്താവും വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഈ സാധനം വർക്കാവുമോ, നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം ഓർഗാനിക്കിൻ്റെ അകത്ത് പവർ ഉണ്ട് എന്നൊക്കെയുള്ളൊരു ഒരു 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 മുൻധാരണ ഉണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ ഇപ്പം എന്താ പറയുക, സാധാരണഗതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്കുള്ള ടോണിക്കാക്കി കൊടുക്കുന്ന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വലുതാവുമോ എന്നൊക്കെയുള്ള ഒരു പേടിൻ്റെ അകത്താണ് ആൾക്കാർ എന്താ പറയുക എല്ലാത്തിനും കെമിക്കൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ അനുഭവത്തിൽ എന്താണ് തോന്നുന്നത്? അതായത് അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇത് അടിച്ച് ഇവർ കെമിക്കൽ അടിച്ചത് ഞാനിപ്പോൾ ഇതെൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം തേനീച്ചയ്ക്ക് അറിയാലോ. കെമിക്കൽ അടിച്ച എൻ്റെ സുഹൃത്തിൻ്റെ പിന്നെ മഴ പെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മഴ പെയ്തിട്ടാണ് അത് വീണ്ടും തേനീച്ച അവിടെ എത്തിയത്. അതേ സമയത്ത് എൻ്റെത് ആ അടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കക്ഷികൾ കംപ്ലീറ്റ്, ഞാൻ രാവിലെ ഒരു 11 മണി മുന്നെയാണ് ഇത് കംപ്ലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ. ഉച്ച കഴിഞ്ഞ് വന്ന് നോക്കിയല്ല, രാവിലെ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് എല്ലായിടും തേനീച്ച ഹാജറുണ്ടായിരുന്നു, എല്ലാത്തിലും. ഇപ്രാവശ്യം അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് റംബൂട്ടാൻ്റെ കൊഴിച്ചിലുണ്ട്, മഞ്ഞപ്പ് കൂടി വരുന്നുണ്ട്, അതിനൊക്കെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. സാറിന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇക്കറി ഒരു പ്രശ്നം അല്ല. ഞാനിത് അത്ര പ്രാക്ടിക്കലായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. കാരണം ഞാൻ ഇത് നടാടക്കാരനാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പലരുടെ തോട്ടം സന്ദർശിക്കണത്. പക്ഷേ അതിൽ എനിക്ക് എൻ്റെത് ബെറ്റർ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ തോട്ടം വലുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അനുഭവങ്ങളാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നി, ഇത്രയൊക്കെ അതിൽ പറയുള്ളൂ. അത് ഈ മറ്റേ ഇവരെ ഇത് അടിച്ചിട്ട് യാതൊരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. കാര്യങ്ങൾ ഭയം മാത്രം പോരാനും നമ്മൾ വേണ്ട സമയത്ത് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ചൂടിൻ്റെ ഇതിൻ്റെയൊക്കെ കുറയ്ക്കുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മളന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇനി നമ്മുടെ കർഷക സുഹൃത്തുക്കളോട് എന്തൊക്കെയാണ് പറയാനുള്ള വെച്ചാൽ സാറിന് പറയാം. എന്തായാലും ഞാൻ ഒരു ഈ IPL പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ തോട്ടത്തിൽ വന്ന് നേരിട്ട് എപ്പോഴാണ് വേണ്ടിച്ച് സന്ദർശിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെയുള്ള തോട്ടങ്ങളും കാണാം, അതിൻ്റെ മാറ്റങ്ങൾ വന്ന് സ്വന്തം നോക്കിയാൽ മതി. അത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണുന്നത് റംബുട്ടാനിലും കവുങ്ങിലും ജാതിയിലുമാണ്. അത് കാണിച്ചു തരാം. കാരണം ഞാനിപ്പോൾ അത് മറ്റേത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുകയാണെങ്കിൽ എല്ലാവരും കാർഷിക ഇത് നഷ്ടമാണൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാൻ ഇതുവരെ എനിക്ക് സാറിൻ്റെ അഭിപ്രായത്തിൽ കാർഷിക ആവൃത്തി എന്ന് പറയുന്നത് നഷ്ടമാണോ? അങ്ങനെയല്ല, ഏതും വർക്ക് ചെയ്യാൻ സഹായിക്കണം. അതായത് വീട്ടിലിരുന്നിട്ട് ഞാൻ കർഷകനാണ് അത് അങ്ങനെ ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സ്വയം ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അത് ഏതും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഇതുവരെ എനിക്ക് 63 വയസ്സായി, ഞാൻ അതിന് ഉണ്ടാക്കിയത് തന്നെ ഉള്ളൂ. അതിലേക്ക് മോശം എന്നുള്ളൊരു ഇതില്ല. അതിന് കഴിച്ചു. ഇത് എല്ലാവരോടായിട്ടുള്ള ഒരു മെസ്സേജാണ്. കാരണം ഇന്നത്തെ യുവത്വം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കർഷകൻ എന്ന് പറയുന്നത് എന്തോ പൈസ ഇല്ലാത്ത രീതിയിലേക്ക് വളരേണ്ടി വരും, അല്ല അവർക്ക് അതിൻ്റെ അകത്തൊന്നും മുന്നേറാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു മിഥ്യാധാരണ. അതൊരു മിഥ്യാധാരണയാണ്. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവും, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ മറ്റേ എല്ലാവർക്കും ടാർഗറ്റ് വെയിലോ മഴയോ അല്ലെങ്കിൽ കൂടുതൽ വിരിച്ചോന്നോ അല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്തുവെന്നോ അല്ലെങ്കിൽ കാറ്റടിച്ചോ എന്നുള്ള പേടി. പക്ഷെ ഞങ്ങൾക്ക് ആ പേടിയൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് നല്ല ഓക്സിജനും നല്ല ശുദ്ധ ജലവും ഇത് രണ്ടുമുള്ള മെയിൻ. അത് നല്ല ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് വീട്ടിലിരിക്കാവുന്ന ഒരു സംഭവമാണ്. അതിൽ കൃഷിയെ പറ്റിയിട്ട് വെറുതെ എന്തെങ്കിലും തെറ്റിദ്ധാരണ കണ്ടിട്ട് അതിൻ്റെ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. ഇത് നമ്മളുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ കാര്യമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.